തേങ്ങയൊന്നും ചേർക്കാത്ത ചോറിനൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ആദ്യം തന്നെ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3-4 വെളുത്തുള്ളിയും അതുപോലെ ഒരു 10-12 ചുവന്നുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പം ഇതിലേക്ക് പഴുത്ത 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പോട് ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ട് തക്കാളി വാടി കഴിയുമ്പം ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുകും കൂടെ തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കറിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒപ്പം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.